എൻ്റെ ഇപ്പോഴത്തെ മെയിൻ പ്രോബ്ലം എനിക്ക് എന്നെ സ്വയം മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്യാൻ വന്നാൽ മെൻ്റലി ഞാൻ വീക്ക് ആവുന്നത് പോലെ തോന്നും. ചെറിയ പ്രോബ്ലംസിന് പോലും അങ്ങനെയാണ്. ഞാനിപ്പോൾ 10th-ലാണ്. ഓരോ ചെറിയ പ്രോബ്ലംസിൽ പോലും ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നു. എനിക്ക് എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ ഒട്ടും പറ്റുന്നില്ല. എൻ്റെ ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യും? അതിനാണ് നമ്മൾ പ്രോബ്ലം സോൾവ് അല്ലേ? ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പം നമ്മളെല്ലാ മനുഷ്യന്മാരും ഡൗൺ ആവും. അത് നമ്മളൊരു മോട്ടിവേഷൻ ഇല്ലായ്മയോ കാര്യമായിട്ട് കാണണ്ട. നമ്മൾ ഡൗൺ ആയി, അതായത് നമുക്കൊരു വിഷമം വരുമ്പോഴും അതിപ്പോ ആരായാലും നമ്മളൊന്ന് ഡൗൺ ആയിപ്പോവും. പക്ഷെ പിന്നെ അതിനുള്ള സൊല്യൂഷൻ കാര്യങ്ങൾ കണ്ടുപിടിക്കുക, എന്തുകൊണ്ടാണ് ഡീമോട്ടിവേറ്റഡ് ആവുന്നത്, അതിനുള്ള റീസൺസ് കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് മുന്നോട്ട് പോകുന്നതാണ്. അതായത് ഇതിൽ നിന്ന് വായിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് ആൾക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നതാണ് ആളെ ഡൗൺ ആക്കുന്നത്. അതായത് ഡൗൺ ആവും, എന്തൊരു പ്രശ്നം വന്നാലും മനുഷ്യന്മാരാണ്, ഡൗൺ ആവും, അത് ഓക്കെയാണ്. പക്ഷെ ആ ഡൗൺ ആയതിന്റെ അവിടെ തന്നെ ഇങ്ങനെ നിന്ന് പോകുന്നതാണ് പ്രശ്നം. അത് ഒരു ഇപ്പൊ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സാധനം. ഇറ്റ്സ് ഓക്കെ ടു ബി നോട്ട് ഓക്കെ അല്ലേ? അതായത് മനുഷ്യനാണ്, അയാൾക്ക് എല്ലാ പ്രശ്നങ്ങളും അയാൾ ചുറ്റുപാടുണ്ടാവും. പക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അതിജീവിച്ച് ആ എന്തൊക്കെ നമുക്ക് റിജക്ഷൻ ഉണ്ടായോ, ഫെയിലിയർ ഉണ്ടായോ, അതിനൊക്കെ റീഡയറക്ട് ചെയ്തിട്ട് നമ്മൾ സക്സസ് ചെയ്ത് മുന്നോട്ട് പോകാന്നാണ് പറയുന്നത്. പ്രോബ്ലംസ് എന്തായാലും നമുക്കറിയാലോ, നമ്മളിവിടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് ഇങ്ങോട്ട് തിരിയുന്ന സമയത്ത് ഇവിടെ വേറെ ഒരു പ്രോബ്ലം ഉണ്ടാവും. ഓക്കെ, അങ്ങനെ പ്രോബ്ലംസ് ഉണ്ടാകും. അപ്പൊ അതിനൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി അതിലെവിടേക്കൊക്കെ ഒരു കോപ്പിംഗ് സ്കില്ല് ഉണ്ട്, ഇനി അഥവാ എനിക്ക് ആ കുട്ടിക്ക് കോപ്പിംഗ് സ്കില്ല് ഇല്ലെങ്കിൽ അതിന് പറ്റിയ രീതിയിൽ അവന് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവനക്ക് ഇപ്പൊ ഉള്ള ഒരു കണ്ടീഷനെ റീകണ്ടീഷൻ ചെയ്ത് റീഡയറക്ട് ചെയ്ത് കൊണ്ടുപോവാണെങ്കിൽ ഈ സിറ്റുവേഷനൊക്കെ അവനക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമുക്ക് ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഞാൻ കുറച്ചൊക്കെ പാടുന്ന കൂട്ടത്തിലാണ്, പക്ഷേ എന്നെ അറിയുന്ന എല്ലാവർക്കും ഞാൻ പാടുന്നതും എൻ്റെ ശബ്ദവും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്. നല്ലോണം പാടുന്നു, ഇത്ര നന്നായി പാടുന്ന ആൾ എൻ്റെ ആ കഴിവ് യൂസ് ചെയ്യുന്നില്ല എന്ന് ചിലരൊക്കെ ഒരുപാട് വഴക്കു പറയാറുമുണ്ട്. ഞാൻ ഇതുവരെയും ഒരു സ്റ്റേജ് പ്രോഗ്രാമിന് പാടിയിട്ടില്ല. എനിക്ക് ഒരുപാട് അവസരങ്ങൾ വന്നു, ഞാൻ എല്ലാം റിജക്റ്റ് ചെയ്തു. ഈ പേടി കാരണം മാത്രം. ഇത് മാറ്റിയെടുക്കാൻ പറ്റുമോ? നമ്മളിപ്പോ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് തന്നെയാണ്. ഇത് നമുക്ക് ഉറപ്പായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും. എന്തിനാണ് നമ്മളിപ്പോ ഒരു ഇത്രയും സ്കില്ല് ഉണ്ടായി എല്ലാവരും അഭിപ്രായം കാര്യങ്ങളും പറഞ്ഞിട്ടും ആൾക്കത് പറ്റുന്നില്ലെങ്കിൽ ആളുടെ ആ ഒരു പേടിയാണ്. അതായത് സ്കില്ലില്ലായ്മ എന്നല്ല, അതായത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അതിലെന്ന് വെച്ചാൽ ഈ ഒരു പേടി എന്നുള്ള ഒരു ഫാക്ടറാണ് ആ സ്കില്ലിനെ പുറത്ത് കാണിക്കാനും ആളുടെ ലൈഫിൽ ഉണ്ടാവുന്ന അച്ചീവ്മെന്റ്സിനെ ഒക്കെ ബ്ലോക്ക് ചെയ്ത് നിർത്തുന്നത്. അപ്പൊ അത് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു തെറാപ്പി ചെയ്താൽ മാറാവുന്നതേ ഉള്ളൂ. മാമിന് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? സാറ് പറഞ്ഞതൊക്കെ. അപ്പൊ എന്തായാലും ഒരുപാട് പാട്ടുകൾ പാടട്ടെ അല്ലെ, നല്ല ഗായകനാണെന്ന് തോന്നുന്നു. അപ്പോ നമ്മള് പ്രോബ്ലം സോൾവിന്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. ഈ ഒരു അടിപൊളി സെഷൻ നമുക്ക് വേണ്ടി ഇവിടെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള നാജിയ മാമിനും അതുപോലെ അഭിനന്ദൻ സാറിനും വളരെയധികം നന്ദി പറയുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കഥയിലുള്ള പോലെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, എന്നാലും എല്ലാവരും ആരുടെയും സഹായം ഇല്ലാതെ കൊക്കൂൺ പൊട്ടിച്ച് മാക്സിമം പുറത്തു വരാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ടും ശരിയായില്ല എന്നുണ്ടെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെയൊക്കെ കണ്ട് അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ മറ്റൊരു അടിപൊളി എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.